ആൻഡ് വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഈസി ഇംഗ്ലീഷിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫ് യു ഡോണ്ട് മൈൻഡ് വുഡ് യു പ്ലീസ്. ഈ രണ്ട് എക്സ്പ്രഷൻസ് എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഡെയിലി ഇംഗ്ലീഷിൽ എങ്ങനെ യൂസ് ചെയ്യാം, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ്, ഈ ഒരു എക്സ്പ്രഷൻ്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഒന്ന് ചെയ്യാമോ. അതായത് നമ്മൾ വളരെയധികം പൊളൈറ്റായിട്ട് ഒരാളോട് ഒരു ഉപകാരം ചോദിക്കുന്ന സമയത്തിൽ ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്താണ് നമ്മൾ യൂഷ്വലായിട്ട് ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യാറ്. ഈഫിൻ്റെ മീനിങ് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിൽ എന്നുള്ള മീനിങ് ആണ്. ഇഫ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്നുള്ള മീനിങ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് വെച്ചിട്ടുള്ള കൂടുതൽ എക്സാമ്പിൾസ്, അതായത് മലയാളം സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം എന്നുള്ളതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കൂ. അതായത് ഒരു ഹെൽപ്പ് നമ്മൾ ചോദിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് നമ്മൾ വളരെയധികം പൊളൈറ്റായിട്ട് ഈഫ് ഉപയോഗിച്ച് ചോദിക്കുന്നതെന്നുള്ളത് നോക്കാം. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കൂ. ഓക്കെ. ദെൻ താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്നോട് പറയൂ. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്നോട് ആ കാര്യം പറയൂ എന്നുള്ളതാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ടെൽ മീ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് ആ വഴി ഒന്ന് കാണിച്ചു തരൂ. ആ വഴി ഒന്ന് കാണിച്ചു തരുമോ എന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് ഇട്ടതാണ്. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ അവിടെ ചോദിക്കേണ്ടത് അത് ഇഫ് യു ഡോണ്ട് മൈൻഡിന് ശേഷം ഒന്ന് ചോദിക്കാം. സോ നമുക്ക് ഇതെങ്ങനെ ചോദിക്കാം? ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഷോ മീ ദ വേ. സോ താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ കുറച്ച് നീങ്ങിയിരിക്കാമോ. ഓൾറെഡി നീങ്ങിയിരിക്കാമോ എന്നുള്ളതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഇനി മുമ്പിൽ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് കുറച്ചും കൂടി പൊളൈറ്റായിട്ട് എങ്ങനെ ഒരാളോടത് ചോദിക്കാം എന്നുള്ളതാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് മൂവ് എ ബിറ്റ്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്നോട് സംസാരിക്കാമോ. അത് നമുക്ക് എങ്ങനെ ചോദിക്കാം? ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ടോക്ക് ടു മീ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ആ പേന എനിക്ക് തരാമോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഗീവ് മീ ദാറ്റ് പെൻ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ആ ജനൽ ഒന്ന് തുറന്നിടാമോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഓപ്പൺ ദ വിൻഡോ. സോ ഇനി അടുത്ത എക്സ്പ്രഷനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഫ് യു ഡോണ്ട് മൈൻഡ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിനി ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വുഡ് യു മൈൻഡ് പ്ലസ് വെർബ് പ്ലസ് ING ആണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. ഒരു കാര്യം ചെയ്യുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ അത് നമ്മളെങ്ങനെ ചോദിക്കും? ലേശം നീങ്ങിയിരിക്കുന്നതിൽ വിരോധമുണ്ടോ എങ്ങനെ ചോദിക്കും? വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്. വോളിയം ലേശം കുറച്ച് വെക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ. വുഡ് യു മൈൻഡ് ടേണിങ് ദ വോളിയം എ ബിറ്റ് ലോവർ. കുറേ നല്ല ഐറ്റംസും കൂടി കാണിക്കുന്നതിൽ വിരോധമുണ്ടോ എങ്ങനെ ചോദിക്കും? വുഡ് യു മൈൻഡ് ഷോവിങ് മീ സം മോർ ഗുഡ് ഐറ്റംസ്. കുറച്ചുകൂടി പതുക്കി പറയുന്നതിൽ വിരോധമുണ്ടോ. വുഡ് യു മൈൻഡ് സ്പീക്കിംഗ് എ ബിറ്റ് ലോവർ. എനിക്കൊരു സംശയം പറഞ്ഞു തരുന്നതിൽ താങ്കൾക്ക് വിരോധമുണ്ടോ. വുഡ് യു മൈൻഡ് ക്ലിയറിങ് എ ഡൗട്ട് ഓഫ് മൈൻഡ്. സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്